ഹലോ ജൂനു, നിനക്ക് എന്തു പറ്റി? നിനക്കൊരു ഉത്സാഹമില്ലല്ലോ. ഒന്നും പറയണ്ട, ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിലാണ്. അയ്യോ, നിന്റെ ശബ്ദത്തിന് എന്തു പറ്റി? അതാണ് കൂട്ടുകാരാ എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഒച്ചത്തി കുരയ്ക്കാൻ പറ്റുന്നില്ല. പാവം, നിനക്ക് പനി പിടിച്ചതാണ്. ഈ നായ്ക്ക് എന്തോ അസുഖമുണ്ട്. ഉടനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം. ഞാനും കുറച്ചു ദിവസമായി ചിന്തിക്കുന്നു. കുരയ്ക്കാത്ത നായെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. എങ്കിൽ സമയം കളയണ്ട, വെറുതെ ഇതിനൊക്കെ ആഹാരം കൊടുക്കണ്ടല്ലോ. എന്തായാലും രാവിലെ ആകട്ടെ. ഏതാ ഈ പൂച്ച? ഇതെവിടുന്ന് കയറി വന്നു? ഓടിക്കും മനുഷ്യ അതിനെ. നാളെ എന്തായാലും ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണം. വെറുതെ നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. ആ ശരി, ഞാൻ വരാം. എന്നാ വൈകണ്ട, പോയേക്കാം. വിഷമിക്കേണ്ട ചങ്ങാതി, ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. പൂച്ചയോടൊപ്പം ഇറങ്ങിയ നായ തന്റെ യജമാനന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരം നടന്നു കഴിഞ്ഞിരുന്നു. ചങ്ങാതി, ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകാനായി വന്നതാ? അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോ നമുക്ക് കാട്ടിൽ പോവാം, മൂങ്ങായതിനെ കാണാൻ. അയ്യോ, കാട്ടിലോ? എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാനിതുവരെ കാട്ടിൽ പോയിട്ടില്ല. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ധൈര്യമായി പോര്. അങ്ങനെ ആദ്യമായി ജൂനു പുള്ളിപ്പൂച്ചയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം രാവിലെ ഇരുവരും കാട്ടിലെത്തിയിരുന്നു. ആദ്യമായി കാട് കാണുന്നതിന്റെ കൗതുകം ജൂനുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഹോ, ആഹാ, എന്ത് മനോഹരമാണ് ഇവിടം. അതെ അതെ, ഇത് നമ്മുടെ ഗ്രാമം പോലെയല്ല. ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചങ്ങാതി ഇവിടെ മിക്കപ്പോഴും വരുമല്ലേ? ഹോ, ഭാഗ്യം തന്നെ. എനിക്ക് അസൂയ തോന്നുന്നു. എന്റെ പകുതി തളർച്ച മാറി. എനിക്കിപ്പോ അസുഖമൊന്നും ഇല്ല ചങ്ങാതി. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അതിപ്പോ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അപ്പൊ നിനക്ക് വഴി അറിയില്ലല്ലേ? അത് ഞാൻ ഓർക്കുന്നില്ല. ദേ നോക്ക്, ആ തത്തയോട് ചോദിച്ചു നോക്കാം. ഹലോ ചങ്ങാതി, ഒന്നിങ്ങ് വരാമോ? എന്ത് വേണം? ചങ്ങാതി, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ്. എന്തിന്? മൂങ്ങ വൈദ്യനെ കാണാൻ വേണ്ടി. മൂങ്ങ വൈദ്യനോ? വിഡ്ഢികളെ, മൂങ്ങ വൈദ്യൻ ഇപ്പോൾ ഗ്രാമത്തിലാണ് താമസം. ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ്. ചങ്ങാതി, സത്യം പറ, മൂങ്ങ വൈദ്യൻ ഗ്രാമത്തിലുണ്ടായിരുന്നു നിനക്ക് അറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത്? നമുക്ക് നടക്കാം, ഞാൻ എല്ലാം പറയാൻ ചങ്ങാതി. പറയൂ, എന്തിനാണ് നീ നുണ പറഞ്ഞത്? സത്യമായും കാട് കാണാനുള്ള കൊതി കൊണ്ടാണ് കൂട്ടുകാരാ. ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാനില്ലേ ധൈര്യമായി പോര് എന്നൊക്കെ പറഞ്ഞത്? അത് ഒരു പഞ്ചന് പറഞ്ഞതാ ചങ്ങാതി, ക്ഷമിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി മൂങ്ങ വൈദ്യനെ കാണാം. അസുഖം മാറിയാലേ യജമാനൻ എന്നെ വീട്ടിൽ കയറ്റൂ. ജൂനു, ചങ്ങാതി, നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോകാമെന്നേ. അയ്യോ, പാമ്പ്! ആഹാ, ഇന്നത്തെ ഇര കുറച്ച് വലുതാണല്ലോ. എന്ത് വേണം? ആ വഴിയിൽ നിന്ന് മാറിക്കോ.
എന്റെ താവളത്തിൽ വന്നിട്ട് എന്നോട് മാറാനോ? ഇത്രയ്ക്ക് ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? നീ മാറുന്നോ ഇല്ലയോ? ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ മാറും. ഓഹോ, അല്ല, നീ ആരാ? പറ, കേൾക്കട്ടെ. ഞാൻ സാക്ഷാൽ പുള്ളിപ്പുലിയുടെ മകനുമായി നടക്കാനിറങ്ങിയതാ. ഈ കാടയ്ക്ക് ഒന്ന് ചുറ്റി കാണണം. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. പുലിച്ചേട്ടനെ പോലെയുണ്ട് കാണാൻ. അല്ല, നിങ്ങൾ ഏത് പുലിയുടെ കാര്യമാണ് പറയുന്നത്? ഈ കാടിന്റെ രക്ഷകൻ പുലിയുടെ കാര്യം തന്നെ. ഓ, ഇവൻ പറഞ്ഞത് സത്യം തന്നെ. ആ, അതെയോ? എന്നാൽ യാത്ര നടക്കട്ടെ. പുലിച്ചേട്ടനോട് അന്വേഷണം പറയണേ. പാമ്പ് പോയി. ശരിക്കും പോയോ? ചങ്ങാതിക്ക് പുലിയെ എങ്ങനെ അറിയാം? പുലി എല്ലായിടത്തും ഒരു സംഭവമാണല്ലോ. കേട്ടിട്ടില്ലേ? ഇവൻ പുലിയാണ് കേട്ടാ. അങ്ങനെ പറ. ഹൗ, എന്തായാലും രക്ഷപ്പെട്ടു. നമുക്ക് വേഗം പോവാം. എങ്ങോട്ട്? വീട്ടിൽ. ഇവിടെ അപകടമാണ്. അതേസമയം ആ വഴിയൊരു കുറുക്കനും പുലിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. അല്ലേലും സിംഹരാജൻ ഒരു അഹങ്കാരിയാണെന്നേ. അതെ അതെ, അടുത്ത തവണ ഞാൻ തന്നെയാവും രാജാവ്. അങ്ങ് രാജാവായെങ്കിലേ കാട് നന്നാവൂ. ആരോ വരുന്നുണ്ടല്ലോ. ചങ്ങാതി, അപ്പ നീ ഒരിക്കപ്പോഴും കാട്ടിൽ വന്നിട്ടില്ലല്ലേ? എൻ്റെ പൊന്നു ചങ്ങാതി, ആദ്യമായിട്ടാണ് ഞാൻ കാട് കാണുന്നത്. ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു. ഓഹോ, അപ്പോൾ സത്യമാണ് ചങ്ങാതി, ഞാൻ ഇതുവരെ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല. ആരാ നീയെ? ഇവിടെയെങ്ങും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്ത് ധൈര്യത്തിലാണ് എന്നെ തട്ടി വീഴ്ത്താൻ നോക്കിയത്? അയ്യോ, ഞാൻ അങ്ങയോടുള്ള ബഹുമാനം അറിയിച്ചതല്ലേ. ഞാൻ ഇദ്ദേഹത്തിന്റെ അനുജനാണ്. ശരിയാണോ കുറുക്കച്ച? തന്റെ അനുജനാണോ ഇത്? എന്ന് ചോദിച്ചാ കൃത്യമായി പറയാൻ പറ്റുന്നില്ല. സംശയമുണ്ട്. എന്നെ പോലെയൊക്കെ ഉണ്ട് കാണാൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരനുണ്ടെന്നൊക്കെ. അതെയോ? നീ ഏതാ? അയ്യോ, ഇത് എന്റെ ചങ്ങാതി, അടുത്ത വനത്തിലെ പുലിച്ചേട്ടന്റെ ഏക മകൻ. ആഹാ, അതെയോ? ഇന്ന് നിങ്ങൾ രണ്ടും എന്റെ അതിഥികളായി വരണം. അനുജ, എന്റെ ഒപ്പം വീട്ടിലേക്ക് വരില്ലേ? അതിനെന്താ, വരാമല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത് തന്നെ. നായയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച് പുലിയും കുറുക്കനും ഇരുവരെയും ഒപ്പം കൂട്ടുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകി സൽക്കരിക്കുകയും ചെയ്തു. നമുക്കിവിടെ തന്നെ അങ്ങ് തുടർന്നാലോ ചങ്ങാതി? വിഡ്ഢി, നീ കാരണമാണ് നമ്മൾ കെണിയിൽ വീണത്. എല്ലാ കള്ളത്തരങ്ങളും ഉടനെ പൊളിയും. അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം. വേഗം വാ. എവിടെയും പഴങ്ങൾ, നിറയെ പഴങ്ങൾ. ഹായ് ഹായ്, ഇത് തിന്നാൻ എന്ത് രസമായിരിക്കും. ഈ പഴങ്ങളൊക്കെ കണ്ടിട്ട് എന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമായി. അണ്ണാറക്കണ്ണ, നീ ഒരു ഭാഗ്യവാൻ തന്നെ. എത്ര ഭംഗിയുള്ള പഴങ്ങളാണ് നീ തിന്നുന്നത്. അതിനെന്ത് സ്വാദായിരിക്കും. ഹായ്. ഏയ് അണ്ണാറക്കണ്ണ, കുറച്ച് പഴങ്ങൾ എനിക്ക് കൂടി താഴേട്ട് തരാമോ? ഈ പഴങ്ങളൊന്നും മുയലുകൾക്ക് തിന്നാൻ പാടില്ല. അതാണ് കാട്ടിലെ നിയമം. നീ പോയി കാട്ടിലെവിടെയെങ്കിലും നല്ല ക്യാരറ്റ് കിട്ടുവോ നോക്ക്. ചേടാ അണ്ണാനെ, ഒരു പഴം പോലും നീ എനിക്ക് തന്നില്ലല്ലോ. എനിക്കും കിട്ടുമടാ പഴം. അപ്പോൾ നീ ചോദിച്ചാൽ ഞാനും തരില്ല.
എങ്ങനെയും ഈ പഴങ്ങൾ കഴിക്കണം, ഇതിന്റെ സ്വാദറിയണം. കുരങ്ങൻ ചേട്ടാ, എനിക്ക് കൂടി കുറച്ച് പഴങ്ങൾ തരാമോ? എനിക്കും പഴങ്ങൾ വലിയ ഇഷ്ടമാണ്. നിനക്കും പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടമാണെന്നോ? നല്ല കാര്യം. പക്ഷേ നീ തന്നെത്താൻ മരത്തിൽ കയറി പഴങ്ങൾ പറിച്ച് തിന്നാ മതി. മുയലച്ഛന് നല്ല ആരോഗ്യമില്ലേ? പിന്നെ എന്തിനാണ് യാചിക്കുന്നത്? മരത്തിൽ കയറി പറിച്ച് തിന്നോളൂ. നല്ല ഓട്ടക്കാരനല്ലേ, മരത്തിലൊന്ന് ഓടി കയറി നോക്ക്. എല്ലാവരും പഴം കഴിക്കുന്നു, എനിക്ക് മാത്രം പഴങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ലല്ലോ. ചോദിച്ചിട്ട് ആരും തരുന്നുമില്ല. എങ്ങനെയും മരത്തിലെ പഴങ്ങൾ കഴിക്കണം, ഇല്ലെങ്കിൽ കൊതി കൊണ്ട് ഞാനിപ്പോ ചത്തുപോകും. അവൻ പറഞ്ഞതുപോലെ മരത്തിൽ കയറി നോക്കാം. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പഴം കഴിക്കാമല്ലോ. ഏയ് നോക്കിക്കേ നോക്കിക്കേ, ഏയ് അത് നോക്കിക്കേ. മരത്തിൽ കയറുന്നത് ആരാണ്? ആരാണ് ആരാണ് ആരാണ്? അത് നമ്മുടെ മുയലച്ഛനല്ലയോ? മരത്തിൽ കയറിയ മുയലച്ഛൻ മരത്തീന്ന് വീണേ. എങ്ങനെ വീണേ? പൊത്തോന്ന് വീണേ. ആ കുരങ്ങന്മാരെന്നെ കളിയാക്കുകയാണല്ലോ. വീഴ്ചയും പരിഹാസവും. പഴങ്ങൾ പറിക്കാനുള്ള എല്ലാ വഴിയും അടഞ്ഞു. ഇനി എന്ത് ചെയ്യും? എങ്ങനെയും മരത്തിൽ നിന്ന് പഴം കഴിക്കുവാൻ മുയലിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കഴിയാതെ വന്നപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. അവൻ നിരാശനായി കാട്ടിലുള്ള പാറയുടെ മുകളിൽ വിഷമത്തോടെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു സന്യാസി നടന്നു വന്നു. കുഞ്ഞേ, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സ്വാമി, മരങ്ങളിൽ നിന്ന് പഴം പറിച്ച് തിന്നാൻ അടിയന് വലിയ കൊതിയുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ഓ, അതാണോ നിന്റെ വിഷമം? നിന്റെ ആഗ്രഹം സഫലമാക്കാൻ നാം ഒരു മന്ത്രം പറഞ്ഞു തരാം. അത് 3 തവണ ഉരുവിട്ടാൽ മതി. ഏത് മരത്തിലുള്ള പഴവും താഴെ വീഴും. സ്വാമി, ഏതാണ് ആ മന്ത്രം? ചപ്പിടു ചടുപിടു, ചപ്പിടു ചടുപിടു, ചപ്പിടു ചടുപിടു താഴോട്ട്. ഇങ്ങനെ 3 തവണ ഉരുവിടണം. ഇത് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഉരുവിടുകയും വേണം. അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മംഗളം ഭവന്തു. ചപ്പുടു ചടുപുടു, ചപ്പുടു ചടുപുടു, ചപ്പുടു ചടുപുടു താഴോട്ട്. ചപ്പുടു ചടുപുടു, ചപ്പുടു ചടുപുടു, ചപ്പുടു ചടുപുടു താഴോട്ട്. ഹായ് ഹായ് ഹായ്. ഇതിന് എന്തൊരു മധുരമാണ്, ഉഗ്രൻ. ഇത്രയും മധുരമുള്ള പഴങ്ങൾ കഴിക്കാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യം തന്നെയാണേ. ഓ, പരമഭാഗ്യം. ഇനി അതിൽ നിന്നും കുറച്ച് പഴങ്ങൾ കഴിക്കാം. ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട്, ചപ്പുട് ചടുപുട് താഴോട്ട്. മരത്തിന് മുകളിലിരുന്ന് എന്നെ തള്ളിയിട്ടതാരാണ്? അത് നീയാണല്ലേ? എടാ കള്ള മുയലേ, നീയാണ് എന്നെ തള്ളിയിട്ടതല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ, എന്നെ കൊല്ലരുതേ. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. എന്താണ് സംഭവിച്ചതെന്ന് വേഗം പറ. വേഗം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. അയ്യോ,
എനിക്ക് ഒരു സന്യാസി പറഞ്ഞു തന്ന മന്ത്രം ചൊല്ലി ഞാൻ പഴങ്ങൾ താഴെ വീഴ്ത്തി. അക്കൂട്ടത്തിൽ എങ്ങനെയോ മരത്തിലിരുന്നുറങ്ങിയ ചേട്ടൻ കൂടി താഴെ വീണു പോയതാണ്, അല്ലാതെ ഞാൻ തള്ളിയിട്ടതൊന്നുമല്ല. സന്യാസി നിനക്ക് മന്ത്രം പറഞ്ഞു തന്നോ? എങ്കിലാ മന്ത്രം എനിക്കും പറഞ്ഞതാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലല്ലേ? അയ്യോ ചേട്ടന് ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വഴിക്കോ വാ, ഇല്ലെങ്കിൽ നിന്റെ പൊടി പോലും ബാക്കിയുണ്ടായില്ല. ഇവന് മന്ത്രം പറഞ്ഞു കൊടുക്കാതെ രക്ഷയില്ല. ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഇല്ലെങ്കിൽ ഇവൻ എനിക്കൊരു ശല്യമായി മാറും. ഇവനെ ഓടിച്ചു വിടാൻ ഒരു സൂത്രം പ്രയോഗിക്കാം. ഞാൻ ചേട്ടന് ആ മന്ത്രം പറഞ്ഞു തരാം. പക്ഷേ ഞാൻ പറയുന്ന മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് മന്ത്രം പറഞ്ഞാലേ പഴങ്ങൾ വീഴ്ത്താൻ ചേട്ടന് കഴിയൂ. ശരി, അതൊക്കെ സമ്മതിച്ചു. നീ മന്ത്രം പറഞ്ഞതാ. ശരി ശരി, ഒരുങ്ങിക്കോളൂ. കാതുകൾക്ക് നല്ല കേൾവി ശക്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ദോ അവിടെ ആ മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് ചേട്ടൻ മന്ത്രം ചൊല്ലിക്കോ. പഴങ്ങൾ ഒന്നോടെ താഴെ പോരും. ഞാൻ മന്ത്രം പറയുന്ന നേരത്ത് ഇവൻ കൂടി എൻ്റെ അടുത്തു നിന്നാൽ എനിക്ക് കിട്ടുന്ന പഴം ഇവൻ കൂടി തിന്നും. അത് പാടില്ല. ശരി, ഞാൻ ആ മരച്ചുവട്ടിലേക്ക് പോകാം. നീ ഇവിടെ തന്നെ നിന്നാൽ മതി. നീ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എൻ്റെ ധൈര്യം. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് ചപ്പുട് ചടുപുട് താഴോട്ട്. അയ്യോ അമ്മോ, എന്തൊരു വേദന! ഈ മരങ്ങൾ മുഴുവൻ കുത്തുന്ന പഴങ്ങളാണ്. അയ്യോ രക്ഷിക്കണേ! അയ്യോ അമ്മോ, അയ്യോ അയ്യോ! ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ ചട്ടുക്കുരങ്ങനും ഇത്തിക്കുരുവിയും ഒരുമിച്ച് കുറുക്കന്റെ കല്യാണം കൂടാനായി പോകുകയായിരുന്നു. ചങ്ങാതി, നമ്മൾ ചെല്ലുമ്പോഴേക്കും പരിപാടി കഴിയുമോ? എന്റെ പൊന്നിത്തി, നീ ഇങ്ങനെ വെപ്രാളം പിടിക്കാതെ. അതല്ല ചട്ടു, കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന് ഗ്രാമത്തിൽ നിന്ന് പോലും നിറയെ പഴങ്ങളും ധാന്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. അതെയോ? ഞാനതൊന്നും അറിഞ്ഞില്ല. മയിലമ്മയുടെ നൃത്തമുണ്ടെന്ന് ഞാൻ കേട്ടു. ആണോ? ആഹാ, ഗംഭീര പരിപാടിയൊക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ കരടി മാഷ് പറയുന്നത് കേട്ടു, കുയിലമ്മയുടെ ഗാനമേളയും കുറുക്കൻ ചേട്ടൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. വേഗം പോവാം. അങ്ങനെ ഇരുവരും വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഇത്തിക്കുരുവി ഒരു കാഴ്ച കണ്ടു. ചങ്ങാതി ചങ്ങാതി ചങ്ങാതി, ദേ ഒന്ന് നോക്കിയേ. അത് നമ്മുടെ ചിക്കു അല്ലേ? അതെ അതെ, നമ്മുടെ കുറുമ്പൻ തന്നെ. ചിക്കു കാണാതെ പോകാം, കണ്ടാ കുഴപ്പമാകും. ഇവനിത് എവിടെ പോയി? എന്റെ കൈ കിട്ടിയ ഞാൻ ശരിയാക്കും. ഹേയ് കുരങ്ങൻ ചേട്ടാ, ഒന്നിങ്ങ് വന്നേ. ഒന്നിങ്ങ് വാ. ചോദിക്കട്ടെ, ചിക്കു അല്ലേ വിളിക്കുന്നത്? ഓ, ചിക്കു നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും ചട്ടു? അറിയില്ല, പോയി നോക്കാം. പോയില്ലേ പിന്നെ നമ്മളെ ഈ വഴി നടത്തില്ല. വരുന്നുണ്ട് വരുന്നുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനുറുമ്പിത് എവിടെ പോയി? എന്താ ചിക്കു വിളിച്ചത്? ഓ അതോ, നിങ്ങൾ രണ്ടും കൂടി എങ്ങോട്ടോ പോകുവാണല്ലോ. എവിടേക്കാ? അത് നമ്മുടെ കുറുക്കൻ ചേട്ടന്റെ കല്യാണത്തിന്. നീ എന്തിനാ സത്യം പറഞ്ഞത്? അയ്യോ അല്ല ചിക്കു, പറഞ്ഞപ്പോ തെറ്റിയതാ. ഞങ്ങൾ തവള വൈദ്യന്റെ അടുത്തേക്കാ പോകുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിശക്തിയാണെന്നുള്ള കാര്യം കുരുവിച്ചേച്ചിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല ചിക്കു, ഞാൻ സത്യമാ പറഞ്ഞത്. ഇനി ഒന്നും പറയണ്ട, ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. വാ പോകാം. അങ്ങനെ വരാനൊന്നും പറ്റില്ല ചിക്കു. നീ ആദ്യം അച്ഛനോട് അനുവാദം വാങ്ങി വാ. അതൊക്കെ പിന്നെയാകാം. വാ പോകാം.
ഞാൻ ഇപ്പൊ പോകുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരും. നിന്നെ കണ്ടുപിടിച്ചാൽ നിന്റെ കഷ്ടകാലമാണ്. അല്ല ചിക്കു, നീ ആരോടായി മിണ്ടുന്നേ? ഓ അതോ, അതൊരു കുഞ്ഞനുറുമ്പ്. ഉറുമ്പോ? ഉറുമ്പ് ചിക്കുനെ എന്ത് ചെയ്തു? അതോ, ഞാനിവിടെ വെറുതെ നിന്ന് വരുന്നവരുടെ നേരെ കല്ലെറിയുകയായിരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഒരു ഉറുമ്പ് എന്നെ ഓടിക്കടി. എനിക്ക് ദേഷ്യം വന്നു. അതിനിപ്പോൾ നീ എന്താ ചെയ്യുന്നേ? അവനെ കണ്ടെത്തി ദൂരേക്കൊരു ഏറ് കൊടുക്കണം. എന്നെ പേടിച്ച് എവിടെയോ ഒളിഞ്ഞിരിക്കുക. മിണ്ടല്ലേ. ആ ശരി ശരി, നമുക്ക് പോയേക്കാം, വാ. അങ്ങനെ ചിക്കുവിനെയും കൂട്ടി ചട്ടുക്കുരുങ്ങനും ഇത്തിക്കുരുവിയും കൂടി പോകുന്നത് കുഞ്ഞനുറുമ്പ് നോക്കി നിന്നു. ഹോ, രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ശക്തിശാലിയാണ്. അറിയാം. എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? നീയല്ലേ ചിക്കു ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഞാൻ തെളിയിക്കാം. ഓ വേണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുകൂലിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. കണ്ടോ കുരുവി ചേച്ചി എന്റെ ശക്തി? പിന്നെ കണ്ടു കണ്ടു, ഭയങ്കരം തന്നെ. ഇനിയുണ്ട്. ഇനി പിന്നെ ആവട്ടെ ചിക്കു. സമയം ഒരുപാട് വൈകി ചട്ടു. നമ്മൾ എത്തുമ്പോഴേക്കും എല്ലാം തീർന്നു കാണും. ഇനിയുള്ള വഴി ഓർക്കുമ്പോൾ പേടിയാവുന്നു. അതെന്താ? ഈ സമയത്താണ് പുലിച്ചേട്ടൻ കറങ്ങാനിറങ്ങുന്നത്. എന്തിനാ കറങ്ങുന്നത്? ഒരിടത്ത് ഇരുന്നാ പോരെ. ചിക്കു, നീ കുഞ്ഞാ, നിനക്ക് പുലിച്ചേട്ടനെ അറിയില്ല. ഇങ്ങ് വരട്ടെ, ഞാൻ എന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ തട്ടി കളിക്കാൻ ഞാൻ എന്താ പന്താണോ? എന്തായാലും കുളത്തിൽ വീണു. എന്നാൽ ഒന്ന് കുളിച്ചേക്കാം. വരട്ടെ, പുലിയല്ല എലി വന്നാലും എനിക്ക് പേടിയില്ല. ആ സമയം ചിക്കുവിനെയും കൂട്ടുകാരെയും മരത്തിന്റെ മറവിൽ നിന്ന് ഒരു പുലി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുശാലായല്ലോ ആനക്കുട്ടൻ. അവൻ തന്നെ ഇന്നത്തെ ഇര. അയ്യോ, പുലി വന്നേ, ഓടിവായോ, പുലി വന്നേ, ഓടിവായോ. എടാ മണ്ടാ, പുലി വരുന്നെന്ന് പറഞ്ഞ കേൾക്കുന്നവർ രക്ഷപ്പെടാനല്ലേ നോക്കൂ. പറഞ്ഞതുപോലെ അത് ശരിയാ. എന്റെ ഉറക്കവും കളഞ്ഞു. എന്തായാലും ഞാൻ ഉണർന്നു. ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്കാം. പുലി എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും പോകുക. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇല്ല, വെറുതെ ഒന്ന് തിന്നും, അത്രേ ഉള്ളൂ. ഞാൻ പാവാ. ഞാനും, പക്ഷെ ഉറങ്ങുമ്പോഴാണെന്ന് മാത്രം. എന്നെ ഒരു വട്ടം വെറുതെ വിട്ടൂടെ? നിനക്ക് വേണമെങ്കിൽ ഒരവസരം തരാം. എന്റെ അവസരം? എടാ കുട്ടി, നിന്നെ ഞാൻ നഖം കൊണ്ട് ആക്രമിക്കണോ, പല്ലുകൊണ്ട് ആക്രമിക്കണോ, അതോ ഈ കിടക്കുന്ന മരക്കമ്പ് മതിയോ? കമ്പ് വെച്ച് മതി. ശരി.
നിങ്ങളോ? എന്റെ മോനെ തന്നെ വേണമല്ലേ നിനക്ക് വിശപ്പ് മാറ്റാൻ? അത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞോ? ചിക്കു, നിനക്ക് എന്നോട് വന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇത്തിക്കുരുവി വന്ന് പറഞ്ഞില്ലായിരുന്നേൽ എന്താകുമായിരുന്നു? നീ കുഞ്ഞാണ് ചിക്കു, ഇവരെ പോലെ അല്ല. അത് നീ ഓർക്കണം. നിനക്ക് എവിടെ പോകണമെങ്കിലും എന്നോട് പറയും, ഞാൻ കൊണ്ടുപോകാം. എന്നോട് ക്ഷമിക്കണം അച്ഛ. ഇനി ഞാൻ അച്ഛനോട് പറയാതെ എങ്ങും പോവില്ല. ആ ശരി, ഞാനും വരാം. ഇനി എവിടെ പോണേലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മനസ്സിലായോ? ആ മാമ്പഴം നമുക്ക് പങ്കിട്ടെടുത്താൽ മതിയായിരുന്നു. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളെ പറ്റിച്ച് ആ കഴുത മാമ്പഴം തിന്നിട്ട് പോയത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതെല്ലാം മറക്കാം. ഹോ, എന്തൊരു വിശപ്പ്! ഞാനീ മാവിൽ കയറി കുറച്ച് മാമ്പഴം കുലുക്കിയിടാം. കുലുക്കിത്താകാതെ കുലുക്കിത്താകാത കുലുക്കിത്താകാതെ കുലുക്കിത്താകാത സകലകലുക്കി 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 സകലകലുക്കി. ആഹാ, എന്തോരം മാമ്പഴങ്ങളാണ്! കള്ളത്തരം കാട്ടാതെ ആ കഴുത നമ്മോടൊപ്പം നിന്നിരുന്നെങ്കിൽ അവനും ഇപ്പോൾ മാമ്പഴം തിന്നാമായിരുന്നു. എന്തായാലും കഴുതച്ചാര് നമ്മളെ പറ്റിച്ചു. നമുക്ക് അവനെ ഒന്ന് പറ്റിച്ചാലോ? ഇനിയും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ അവനെ ഒന്ന് പറ്റിക്കുന്നത് നല്ലതാ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അതൊക്കെ പറയാം. കഴുതച്ചാരേ, ആ, നിങ്ങളായിരുന്നു. രണ്ടുപേർക്കും മാമ്പഴം കിട്ടിയല്ലോ. സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. ഈ നീല മാമ്പഴത്തിന് എന്തൊരു മധുരമാണെന്നറിയാമോ? നീല മാമ്പഴമോ? ഇത് മഞ്ഞ മാമ്പഴമല്ലേ? മഞ്ഞയോ? ഇത് നീലയാണ്. നിനക്കിപ്പോ നിറങ്ങളൊന്നും തിരിച്ചറിയാതായോ കഴുതച്ചാരേ? എന്നാൽ ഈ പുല്ലുകളുടെ നിറം എന്താണ്? അത് പച്ച. അല്ല, നീല. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ പുല്ലിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയേ, നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ഇപ്പം മങ്ങിയ നീല പോലെ തോന്നുന്നുണ്ട്. മങ്ങിയ നീല അല്ല, നല്ല കടും നീല. എന്താ, കണ്ണട വേണോ? കണ്ണടയൊന്നും വെക്കണ്ട. നമ്മൾ കാണുന്നതൊക്കെ നീലയാണെന്നങ്ങ് ഉറച്ച് വിശ്വസിച്ചാ മതി. നേരത്തെ എല്ലാം പച്ചയായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനാ നീലയായത്? അതെ, ഈ അടുത്ത നാളിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായില്ലേ? അതിനുശേഷം ഇലകളും പുല്ലുകളും പഴങ്ങളും എല്ലാം നീല നിറമായി മാറി. പ്രകൃതിയുടെ ഓരോ വികൃതി. ആണോ? ഓ, അത്ഭുതം. എന്തായാലും ഈ ഭൂമിയിൽ വന്ന മാറ്റം ഇപ്പോഴെങ്കിലും കഴുതച്ചാർക്ക് മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി കൂട്ടരെ. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നല്ല മനസ്സുള്ളവരാ. കഴുതച്ചാർക്കേ, നീല മാമ്പഴം 2 കഴിക്കണമെന്നുണ്ടോ? ആ ചക്കരമാവിലെ മാമ്പഴമല്ലേ? അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതെ, അതുകൊണ്ടാണ് കഴുതച്ചാരോട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതാ, കഴിച്ചോളൂ.
ദിവസവും ഇതുപോലെ കുറെ മാമ്പഴങ്ങൾ കിട്ടിയിരുന്നേ വെറുതെ ഈ പച്ചപ്പുല്ല് തിന്നേണ്ടായിരുന്നു. പച്ചപ്പുല്ലല്ല, നീലപ്പുല്ല്. അത് മറക്കല്ലേ കഴുതച്ചാരെ. നീലപ്പുല്ലാണെന്ന് കഴുതച്ചാർക്ക് ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെ കഴുതച്ചാരെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഉവ്വ്, പിന്നെന്ത്? എന്ത്? ഇത് നീലപ്പുല്ലാണെന്നും. അങ്ങനെ തന്നെ. ഇനിപ്പറ, ഈ പുല്ലുകളുടെ നിറം എന്താണ്? നീല പുല്ലാണേ, പുല്ലാണേ, വഴിയിൽ നീല പുല്ലാണേ. ഇങ്ങനെ പോരെ മക്കളെ? ആഹാ, പുല്ല് നിന്ന് മടുത്ത് ഇപ്പൊ മാമ്പഴമായോ കഴുതച്ചാരെ? വെറുതെ എന്തിനാ ഈ നീലപ്പുല്ല് തിന്നുന്നത്? ഈ നീല മാമ്പഴത്തിന് എന്ത് രുചിയാണെന്നറിയാമോ? നീലമാമ്പഴം, നീലപ്പുല്ല്, ഇതെന്താ കഴുതച്ചാരെ ആകെ ഒരു നീല? സൂര്യഗ്രഹണം വന്നേ പിന്നെ ഇലകളും പഴങ്ങളും പുല്ലുകളും ഒക്കെ നീല നിറമായി മാറിയത് നീ അറിഞ്ഞില്ലേ കരടിക്കുട്ട? ഏയ് ഇല്ല. ഈ പുല്ലുകൾക്ക് എന്ത് നിറമായിട്ടാണ് കരടിക്കുട്ടന് തോന്നുന്നത്? അത് പച്ച. പച്ചയല്ല, നീല. ഈ പുല്ലിലേക്ക് കരടിക്കുട്ടൻ സൂക്ഷിച്ച് നോക്കിയേ. നോക്കി. നല്ല കടും നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ഈ കഴുതച്ചാർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാ ബുദ്ധി. നീല നിറമായിട്ട് തോന്നണില്ലേ കരടിക്കുട്ട? പിന്നെ കഴുതച്ചാര് പറഞ്ഞത് ശരിയാ, പുല്ലിന് നീല നിറം തന്നെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, 2 തേക്കുമരത്തിൽ കയറി തേനെടുക്കാനുള്ളതാ. ആ, എന്നാ പോയിട്ട് വാ കരടിക്കുട്ട. ഈ മണ്ടനോട് സംസാരിച്ചാൽ സംസാരിക്കുന്നവരും മണ്ടനാവും. ഓ, അങ്ങനെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. പുല്ലാണേ, പുല്ലാണേ, കട്ടില് നീല പുല്ലാണേ, 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 കട്ടില് നീല പുല്ലാണേ. നിർത്തണ. എന്റെ മുഖത്ത് നോക്കി പുല്ലാണേ പുല്ലാണേ എന്ന് വെല്ലുവിളിക്കുന്നു. ഇവിടെ എല്ലാം നീലപ്പുല്ലാണെന്ന് സംഗീത രൂപത്തിൽ ഞാൻ അങ്ങേ അറിയിച്ചതല്ലേ? നീലപ്പുല്ലോ? എവിടെ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ആശാ, ഈ പുല്ലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. സൂര്യഗ്രഹണത്തിന് ശേഷം പുല്ലുകളൊക്കെ നീല നിറമായി. കണ്ടോ? നല്ല നീല നിറമുള്ള പുല്ലുകൾ. എവിടെ എവിടെ നീല നിറം? ഇതെല്ലാം പച്ച പുല്ലാണല്ലോ. പച്ച അല്ല, നീല. വെറുതെ മണ്ടത്തരം പറയല്ലേ കഴുതച്ചാരെ. ഈ പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് കാണുമ്പോ തന്നെ അറിയാമല്ലോ. പച്ച അല്ല, നീല, നീല, നീല. പച്ചയാണെന്ന് ഈ മണ്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ആശ എന്ത് പറഞ്ഞാലും പുല്ലിന്റെ നിറം നീലയാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നതാണ് ശരി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിംഹരാജനോട് തന്നെ ചോദിക്കാം. പുല്ലുകൾക്ക് പച്ച നിറമാണോ നീല നിറമാണോ? അത് രാജൻ തീരുമാനിക്കട്ടെ. പുല്ലുകളുടെ നിറം നീലയാണ്, നീലയാണ്, നീലയാണ്. ഈ കാര്യത്തിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് ഈ മരക്കഴുതയോടൊന്ന് പറഞ്ഞു കൊടുക്ക് തിരുമനസേ. നിർത്ത്. പുല്ലുകളുടെ നിറം പച്ചയാണ്, നീലയാണ്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല പരാതിയുമുണ്ടോ? വേറെ ഒന്നുമില്ല. പുല്ലിന് പച്ച നിറമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പുല്ലിന് നീല നിറമാണ്. ആ, 2 പേർക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അന്തിമ തീരുമാനം സിംഹരാജന്റേതാണ്. പുലി 6 മാസത്തേക്ക് നിശബ്ദത പാലിക്കണം. മറ്റു ജീവികളോട് സംസാരിക്കാനും അമറാനും പാടില്ല. ഇതെന്തൊരു വിധി? കഴുതയ്ക്ക് മടങ്ങിപ്പോകാം. സന്തോഷമായി മഹാരാജൻ. ഒരുപാട് തർക്കിച്ച് കയ്യാങ്കളി വരെ എത്തിയെങ്കിലും ഒടുവിൽ സത്യം വിജയിച്ചല്ലോ. നന്ദിയുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ.
പുല്ലാടേ പുല്ലാടേ നാട്ടില് നീല പുല്ലാടേ 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 നാട്ടില് നീല പുല്ലാടേ. സത്യം പറഞ്ഞ എനിക്ക് ശിക്ഷ, മണ്ടത്തരം പറഞ്ഞ കഴുതയെ വെറുതെ വിട്ടു. പുല്ലുകൾക്ക് പച്ചനിറമാണെന്ന് സത്യത്തിൽ അങ്ങക്ക് അറിയാമായിരുന്നല്ലോ മഹാരാജൻ. എന്നിട്ടും അങ്ങ് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? പുല്ലിന്റെ നിറം പച്ചയാണ്, അതെനിക്ക് നന്നായി അറിയാം. നിന്റെ ശിക്ഷയ്ക്കു കാരണം നിന്നെപ്പോലെ അറിവും കഴിവും ശക്തിയുമുള്ള ഒരു ജീവി മണ്ടനായ ഒരു കഴുതയുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ട് വിലപിടിച്ച സ്വന്തം സമയം കളഞ്ഞു. അതുമാത്രമല്ല, ആ അല്പത്തരവും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സമയവും കളഞ്ഞു. നിന്നെ ശിക്ഷിച്ചതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ?